ഹേ ഓൾ, ഇന്ന് നമ്മൾ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് ടൊറൻറ്റോയിലെ പ്രധാനപ്പെട്ട ഒരു നേച്ചർ സ്പോട്ടായ സ്കാർബ്രോ ബ്ലഫിലാണ്. ഇതിനു മുമ്പ് ലാസ്റ്റ് ഇയർ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഉമ്മയും അമ്മയുമായിട്ട് ഇതാദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് അവിടെ ബീച്ചിൽ ജെറ്റ് സ്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ജെറ്റ് സ്കി കുറച്ച് നേരം ഒരു മരത്തിൻ്റെ താഴെ പോയിരുന്ന് കണ്ടു. അമ്മ ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സോ അമ്മയ്ക്ക് ഇത് വലിയ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഒരു ഐസ്ക്രീം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി. ചെറിയൊരു ലൈനപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബനാന സ്പ്ലിറ്റാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് ഞാനും അമ്മയും ഹസ്ബൻഡും കൂടെ അതെല്ലാം കഴിച്ചു. ഉമ്മി ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു കൂട്ടം കാനഡ ഗൂസ് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റ് നടന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ബീച്ചിലേക്കാണ്. ബ്ലഫിൽ പ്രധാനമായിട്ടും 9 പാർക്കും ഒരു ബീച്ചുമാണ് ഉള്ളത്. ബ്ലഫിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലഫിന് ഏകദേശം 12,000 ഇയേഴ്സ് പഴക്കമുണ്ടെന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. ഗ്ലേഷ്യറും ഓർഗാനിക് മാറ്റേഴ്സും ഡെപ്പോസിറ്റ് ചെയ്ത് ലേക്ക് ഒന്റാരിയോട് ചേർന്ന് രൂപപ്പെട്ട പാറക്കെട്ടിനെയാണ് ബ്ലഫ് എന്ന് പറയുന്നത്. സ്കാർബ്രോ ബ്ലഫിന് ഈ പേര് കിട്ടിയതിൽ ഒരു ചരിത്രമുണ്ട്. 1793 വരെ ബ്ലഫ് അറിയപ്പെട്ടിരുന്നത് ഹൈലാൻഡ്സ് എന്നായിരുന്നു. ബ്രിട്ടീഷ് ഗവർണറായ ജോൺ ഗ്രേവിൻ്റെ വൈഫ് അക്കാലത്ത് ഇത് സന്ദർശിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ സ്കാർബ്രോ ക്ലിഫായിട്ട് ഒരു ചെറിയ സാദൃശ്യം തോന്നുകയും സ്കാർബ്രോ ബ്ലഫ് എന്ന് ഈ സ്ഥലത്തിന് പേരിടുകയും ചെയ്തു. 3 years ലേറ്റർ ഈ എൻ്റയർ ടൗണിന് സ്കാർബ്രോ എന്ന് പേര് വന്നു. ഫൈനലി നമ്മൾ നടന്ന് ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കുറേ പേര് സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ല പീസ്ഫുൾ ആയിരുന്നു. വീക്കെൻഡ് ആയിരുന്നെങ്കിൽ പോലും ഞങ്ങൾ വന്ന സമയത്ത് തിരക്കൊക്കെ കുറവായിരുന്നു. ഞങ്ങളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഉമ്മിക്കും അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഉമ്മി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 8 മണി ആയതിന് ശേഷം തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ തിരിച്ച് വരുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ സമ്മർ സമയത്ത് 9 മണിയൊക്കെ ആകുമ്പോഴാണ് സൺസെറ്റ് ആവുന്നത്. ഇപ്പോൾ സമയം 8:30 അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണും വരെ ബൈ ബൈ.